ഹൈ ഗൈസ്, അപ്പോൾ നാളെ ഹിസ്റ്ററി പരീക്ഷയാണ്. സെക്കൻഡ് ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ നാളെ ചോദ്യങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന ചോദ്യമാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ. നിഹാൽ സാർ നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാണ്. സെക്കൻഡ് ചാപ്റ്റർ ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ് ആണ്. ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും എന്നൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ വളരെ സിമ്പിളാണ്. നമ്മൾ കാണുമ്പോൾ ഭയങ്കര എന്തോ സംഭവം തോന്നും. ഈ ചാപ്റ്റർ നമ്മൾ രണ്ട് കാര്യം പഠിക്കുന്നത്. ഒന്ന്, ആദ്യകാലത്ത് ഉയർന്ന ആശയങ്ങൾ, ഐഡിയാസ് എന്നെല്ലാം. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന രാഷ്ട്രം, രാജ്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ ആദ്യകാല രൂപങ്ങൾ എങ്ങനെയായിരുന്നു, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നേരെ ടോപ്പിക്കിൽ എടുക്കാം. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. ഈ വർഷം ഒരു പുതിയ തുടക്കമായ റൈസ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഫൗണ്ടേഷൻ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഒരു വേറെ തന്നെ ഒരു എഡ്യൂക്കേഷൻ സംവിധാനം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ ഉദ്ദേശം. കേവലം ഷുവർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പരീക്ഷണ തലേന്ന് ലൈവിനപ്പുറത്തേക്ക് നിങ്ങളുടെ അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്താനുള്ള ഒരുപാട് പരിപാടികളും പദ്ധതികളുമായിട്ടാണ് റൈസ് ഈ വർഷം നിങ്ങളിലേക്ക് വരുന്നത്. വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ ഉടനെ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ദ ഡോക്ട്രിൻ ഓഫ് ജൈനിസം. ജൈനിസവുമായി ബന്ധപ്പെട്ട് അല്ലേ, നിങ്ങൾ ഡോക്ട്രിൻ ഓഫ് ജൈനിസം അല്ലെ, ജൈനമത സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചത്. നമുക്ക് നിങ്ങൾ ഡു നോട്ട് ഹാം എനി ലിവിംഗ് ബീങ്, ജീവനുള്ള ഒന്നിനും എന്ത് ചെയ്യാൻ പാടില്ല, കൊല്ലാൻ വേണ്ടി പാടില്ല, ഉപദ്രവിക്കരുത്. അതുപോലെ തന്നെ ഡിസയർ ഈസ് എ കോസ് ഓഫ് സോറോ, എന്താണ്, ആഗ്രഹമാണ് ദുഃഖത്തിന് കാരണം. ആൻഡ് ഇൻ ദിസ് വേൾഡ് എവറിത്തിങ് ഹാസ് ലൈഫ്, എന്താണ്, ഈ ലോകത്ത് എല്ലാത്തിനും ജീവനുണ്ട്, ജീവിതം ദുഃഖങ്ങൾ നിറഞ്ഞതാണ് അല്ലേ. ഇതിലാകെ കൺഫ്യൂഷൻ അല്ലേ, ഭയങ്കര മിക്സഡായി കുറേ കാര്യങ്ങൾ. ഇതിലെന്താ ചോദിച്ചത്, ജൈനമതവുമായി ബന്ധപ്പെട്ടാണ്. ജൈനമതം എപ്പോഴും എന്തിനാ പ്രാധാന്യം നൽകിയത്, ഇൻ ദിസ് വേൾഡ് എവറിത്തിങ് ഹാസ് ലൈഫ് ആൻഡ് ഡു നോട്ട് ഹാം എനി ലിവിംഗ് ബീങ്. എന്തുമായി, അപ്പോൾ എയും സിയുമാണ് കറക്റ്റ് ആൻസർ. എയും സിയുമാണ് കറക്റ്റ് ആൻസർ. നോട്ട് ചെയ്ത് വെക്കണ്ടോ. അപ്പോൾ ജീവിതം എന്താണ്, ഈ ലോകത്ത് എല്ലാത്തിനും ജീവനുണ്ട്, ഒന്നിനെ ഉപദ്രവിക്കുന്നു പറഞ്ഞാലാണ് ജൈനമതമാണ്. പഠിച്ചു വെക്കുക. ഇതിനടുത്ത് ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ബുദ്ധിസം, ബുദ്ധമതവുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇത്. ഈ കാര്യങ്ങൾ ബുദ്ധമത പിന്നെന്താണ്, പിന്നെ സിദ്ധാന്തങ്ങൾ, ജൈനമത സിദ്ധാന്തങ്ങൾ, അതൊക്കെ കറക്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. വൺ വേർഡ് ക്വസ്റ്റ്യനോ അല്ലാതെ അല്ലെങ്കിൽ ഡയറക്റ്റ് ചോദ്യം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എഴുതാനുണ്ടായിരിക്കും. അത് കറക്റ്റ് പഠിച്ചു വെക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധം നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇവിടെ ലൈഫ് ഈസ് ഫുൾ ഓഫ് സഫറിംഗ്, ഡിസയർ ഈസ് എ കോസ് ഓഫ് സഫറിംഗ്, നോൺ വയലൻസ് ഈസ് എ സെൻട്രൽ പ്രിൻസിപ്പിൾ, ഇറ്റ് ക്യാൻ ബി അറ്റൈൻഡ് ബൈ ഫോളോയിങ് 8 പാത്ത് ഫോൾട്ട്. ഇതിൽ ഏതൊക്കെയാണ് എന്തുമായി ബന്ധപ്പെട്ടത്, നമ്മുടെ ബുദ്ധമത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ചോദിക്കുന്നത്. ഏതാണ്, ജീവിതം ദുഃഖമയമാണ്, ആശയാണ് ദുഃഖത്തിന് കാരണം, അഹിംസയാണ് കേന്ദ്രതത്വം, അഷ്ടാംഗപാദം പിന്തുടരണം, 8 ഫോൾട്ട് പാത്ത് പിന്തുടരാൻ വേണ്ടി പറയും. പക്ഷെ ശരിക്കും എന്താണത്, ഇതാണ് ഒന്നും, പിന്നെ എയും ബിയും ഡിയുമാണ് അല്ലേ, എ ബി ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അനലൈസ് ദ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിലേറ്റഡ് എമർജൻസ് ഓഫ് ന്യൂ ഐഡിയാസ് ഇന്ത്യ ഡ്യൂറിംഗ് ദ 16th സെഞ്ചുറി. 6ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ പുതിയ ആശയങ്ങൾ ഉയർന്നു വരാൻ കാരണമായ സാമൂഹ്യ പശ്ചാത്തലം വിശദീകരിക്കുക. മക്കളെ, ഒരു 3-4 മാർക്കിന്റെ ചോദ്യമായി നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കാണാൻ സാധ്യതയുള്ള ചോദ്യമാണ്. എന്താണ് ചോദ്യം, 6ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ പുതിയ ആശയങ്ങൾ ഉയർന്നു വരാൻ കാരണമായ സാമൂഹിക പശ്ചാത്തലം എന്ത്. നമുക്കറിയാം എവിടെയായി പുതിയ ആശയങ്ങൾ വരുന്നത്, ഗംഗാ സമതലത്തിലാണ്. എന്താ ഗംഗാ സമതല പുതിയ ആശയം, ഒന്ന് വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് അയൺ ടൂൾസ്, ഇരുമ്പ് ഉപകരണ വ്യാപകമായ ഉപയോഗം, അതെന്തിലേക്ക് നയിച്ചു, കൃഷി മെച്ചപ്പെടുത്താൻ സാധിച്ചു. അങ്ങനെ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ജീവിതമാണ് അവിടെ ഉയർന്നു വന്നത് അല്ലേ. അതുപോലെ എന്താണ്, ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ്, ഗ്രോത്ത് ഓഫ് സിറ്റീസ് ആൻഡ് ട്രേഡ് അല്ലേ, അതിന്റെ ഭാഗമായി കൃഷി ഉൽപാദനം വർദ്ധിച്ചു, വ്യാപാരത്തിന്റെയും നഗരത്തിന്റെയും വളർച്ച അവിടെ വന്നു. സ്വാഭാവികമായിട്ടും കൃഷിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ് അവിടെ ഉണ്ടായത്. എന്നാലും അവിടെ എന്ത് സംഭവിക്കുകയാണ്, അവിടെ എന്ത് വരികയാണ്, അനിമൽ സാക്രിഫൈസ് അല്ലേ, അനിമൽ സാക്രിഫൈസ്, അതിനെ വിളിക്കും മൃഗബലി വരികയാണ്. മൃഗബലി ആരെ ബാധിച്ചു, അവിടുത്തെ കർഷകരെ ബാധിച്ചു, കർഷക ജീവിതം ബാധിച്ചു. സ്വാഭാവികമായിട്ടും കൃഷിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന പലർക്കും കന്നുകാലികളെ കിട്ടാത്ത സാഹചര്യം, കാരണം അത്രത്തോളം യാഗങ്ങളുടെ പേരിൽ വേദാചാര പ്രകാരം ആനിമൽ സാക്രിഫൈസ് നടന്നു അല്ലേ. പോരാത്തതിന് ജാതി വർണ്ണ വ്യത്യാസങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി വന്നപ്പോൾ ആളുകൾ എന്ത് ചെയ്തു, പുതിയ ഒരു വിശ്വാസ രീതി, ഈ പറയുന്ന വേദാചാരത്തിൽ നിന്ന് മാറിയിട്ട് പുതിയ വിശ്വാസ രീതികളെ ഫോളോ ചെയ്യാൻ അവർ ആഗ്രഹിച്ചു. ആ സമയത്തേക്കാണ് ബുദ്ധമതവും ജൈനമതമൊക്കെ എന്ത് ചെയ്യുന്നത് അവിടേക്ക് വരുന്നത്. ആ ബുദ്ധമതവും ജൈനമതവും അഹിംസക്കാണ് പ്രാധാന്യം നൽകിയത്. ഈ വേദാചാര പ്രകാരമുള്ള ഹിംസകൾ ഒഴിവാക്കി അഹിംസയിലേക്ക് പോകാൻ വേണ്ടി അവർ തയ്യാറായി. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ആ മതങ്ങൾക്ക് അവിടെ വലിയ പ്രാചാരം ലഭിക്കുന്നത്. പഠിച്ചു. റെഡി, പ്രിപ്പയർ എ നോട്ട് ഓൺ ബുദ്ധിസ്തൂപാസ്. ബുദ്ധസ്തൂപങ്ങളെ കുറിച്ച് ചെറിയ കുറിപ്പ് തയ്യാറാക്കുക. ബുദ്ധസ്തൂപം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബുദ്ധസ്തൂപവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കും. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ബുദ്ധസ്തൂപം. ബുദ്ധസ്തൂപം നമുക്കറിയാം എന്താണ്, ഓൺ ദ സൈറ്റ് വേർ ദ ഫിസിക്കൽ റിമൈൻസ് ഓർ ബുദ്ധ ഓർ ഒബ്ജക്ട് യൂസ്ഡ് ബൈ ബുദ്ധ വെർ ബറിഡ് അല്ലേ. ബുദ്ധന്റെ ഭൗതിക അവശിഷ്ടങ്ങളോ ബുദ്ധൻ ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത സ്ഥലങ്ങൾ നിർമ്മിച്ച കെട്ടിടങ്ങളെ വിളിക്കുന്നവരാണ് എന്ത്, സ്തൂപങ്ങൾ. നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ബുദ്ധന്റെ ഒരു എന്താ പറയാ,
ഒരു സ്മാരകം എന്ന രീതിയിലാണ് ഈ പറഞ്ഞ സ്തൂപങ്ങൾ അല്ലേ. അപ്പോൾ അതിൻ്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ ഒരുപാട് കുത്തുപണികളൊക്കെ ഉള്ളതാണ്. അത് സാരനാഥല സ്തൂപവും സാഞ്ചി സ്തൂപൊക്കെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. റെഡി. പ്രിപ്പയർ എ ബ്രീഫ് നോട്ട് ഓൺ സംഘാസ് ഫോംഡ് പ്രൊപ്പഗേഷൻ ഓഫ് ബുദ്ധിസം. ബുദ്ധമതം പ്രചരിപ്പിക്കാൻ വേണ്ടി ഫോം ചെയ്താണെന്ത് സംഘങ്ങൾ അല്ലെ. സംഘങ്ങളുണ്ടല്ലോ, എന്താണ് പിന്നെ രൂപീകരിച്ച സംഘങ്ങളെ കുറിച്ച്, സംഘത്തിന്റെ പ്രത്യേകതയെ കുറിച്ചാണ് എഴുതാൻ വേണ്ടി. എത്ര മാർക്കിന് ചോദിച്ചത്? 3 മാർക്കിന് ചോദ്യമാണ്. എന്താ സംഘത്തിന്റെ പ്രത്യേകത? നമുക്കറിയാം സംഘം എന്ന് പറഞ്ഞാൽ അല്ലെ, ഓൾ ആർ ഇൻക്ലൂഡ് ദ ഗ്രൂപ്പ് വിത്തൗട്ട് എനി ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ജാതി മത വ്യത്യാസമില്ലാതെ, ആൺപുരുഷ വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും ഈ ബുദ്ധമതത്തിന്റെ ഗ്രൂപ്പമായ സംഘത്തിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അല്ലെ. ആൻഡ് ദ ഡിസിഷൻ വെർ മെയ്ഡ് ത്രൂ ഡിസിഷൻ ആൻഡ് മെജോറിറ്റി ഒപ്പീനിയൻ അല്ലെ, ഡിസ്കഷൻ ആൻഡ് ദ മെജോറിറ്റി ഒപ്പീനിയൻ. അപ്പോൾ ആ ഒരു സംഘത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന ഭൂരിപക്ഷത്തിന്റെ തീരുമാനം എന്താണോ അതനുസരിച്ചായിരിക്കും അല്ലെ. അതുപോലെ തന്നെ അതിൽ ജോയിൻ ചെയ്യുന്ന ആളുകളല്ലേ പിന്നെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിച്ചത്? അതിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾ നമ്മൾ പിന്നെ ഭിക്ഷുക്കളെന്നും ഭിക്ഷുണികളെന്നുമാണ് വിളിച്ചിരുന്നത് അല്ലേ. അതും നിങ്ങൾ ഇതിൻ്റെ കൂടെ നോട്ട് ചെയ്ത് വെക്കാം. ഇനി നെയിം ദ ഐഡിയ പ്രൊപ്പഗേറ്റഡ് ബൈ ദ എംപറർ അശോക ടു മെയിൻറ്റെയിൻ പീസ് ആൻഡ് കോ എക്സിസ്റ്റൻസ് അമംഗ് ഹിസ് സബ്ജക്ട് അല്ലേ. തൻ്റെ പ്രജകൾക്കിടയിൽ സമാധാനവും സഹവർത്തിത്വവും നിലനിർത്താൻ അശോക ചക്രവർത്തി പ്രചരിപ്പിച്ച ആശയത്തിൻ്റെ പേരെന്ത്? വിച്ച് വർ ദെയർ മെയിൻ ഐഡിയ. അതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തായിരുന്നു? അപ്പോൾ അശോകൻ അവതരിപ്പിച്ച ആശയത്തെ നമ്മൾ എന്താ വിളിക്കുക? അശോകധമ്മ നമ്മൾ വിളിക്കുന്നത്. അശോകധമ്മയാണ് അല്ലേ. എന്തൊക്കെയാണ് അശോകധമ്മയുടെ ആശയങ്ങൾ? ഇത് ബി ടോളറൻസ് ടു അതർ റിലീജിയൻ. എല്ലാ മതങ്ങളോടും അല്ലെ, മറ്റു മതവിശ്വാസം നമ്മൾ എന്ത് ചെയ്യുക? സഹിഷ്ണുത കാണിക്കുക. റെസ്പെക്ട് എൽഡേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്. മുതിർന്നവരെയും ഗുരുക്കന്മാരെയും എന്ത് ചെയ്യുക? നമ്മൾ ബഹുമാനിക്കുക. ബി കൈൻഡ് ടു സ്ലേവ് ആൻഡ് സിക്സ്. അടിമകളോടും രോഗികളോടും നമ്മൾ ദയ കാണിക്കുക അല്ലെ. ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റ് പഠിച്ചൊക്കെ. ബുദ്ധമതം ജൈനമതം ബുദ്ധമതവും അല്ല, അശോകന്റെ അശോകധമ്മയാണ് പഠിച്ചു വെക്കുക. ഇനി The 16 Mahajanapadas was constantly engaged in the war for the dominance. Magadha was ultimate winner. List out the favorable factors of Magadha dominance. മക്കളെ വിത്തൗട്ട് എനി ഡൗട്ട് എനിക്ക് പറയാൻ സാധിക്കും, നാളത്തെ ചോദ്യപേപ്പറിൽ എന്തുകൊണ്ട് മഗധ മറ്റെല്ലാ മേഖലയിൽ നിന്ന് വ്യത്യസ്തമായ ദ പവർഫുൾ എംപറായി മാറി. പക്ക ഒരു 3-4 മാർക്കിന് ചോദ്യമായി നാളത്തെ ചോദ്യം മഗധയുടെ ഉദയം. പക്ക ഷുവറാണ്, നിർബന്ധം പഠിച്ചോ. നാളത്തെ ക്വസ്റ്റ്യൻ എന്തായാലും കാണും. 100% ചോദ്യം ചെയ്യും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്താ മക്കളെ, പ്രധാനമായും മഗധ വാസ് പ്രൊഡക്റ്റീവ് റീജിയൻ വിത്ത് ഗുഡ് റെയിൻഫോൾ അല്ലേ. നല്ല മഴ ലഭിക്കുന്ന നല്ല ഉൽപാദന മേഖലയാണ് മഗധ. ആൻഡ് ദർ വർ മെനി അയൺ ഓർ ഡെപ്പോസിറ്റ്. ധാരാളം ഇരുമ്പ് നിക്ഷേപങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അയൺ ബിക്കം അവൈലബിൾ ഫോർ ടൂൾസ് ആൻഡ് വെപ്പൺസ്. ആയുധങ്ങൾക്കും എന്താണ് ഇരുമ്പ് അവിടെ ലഭ്യമായിരുന്നു, ആയുധങ്ങൾക്കും ടൂൾസ് ഉണ്ടാക്കാനൊക്കെ അല്ലേ. ദർ വർ പ്ലെന്റി ഓഫ് എലിഫന്റ്സ് ഇൻ ദി ഫോറസ്റ്റ്. കാട്ടിൽ ധാരാളം ആനകൾ ഉണ്ടായിരുന്നു. കാരണം അന്ന് യുദ്ധങ്ങൾക്ക് ആവശ്യമായ ആനകൾ അവിടുന്ന് ലഭ്യമായിരുന്നു. അതുപോലെ ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ഗംഗയും ഗംഗയുടെ പോഷക നദികളും ഒരുപാട് നദി അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ഇവർക്ക് യാത്രാ സൗകര്യങ്ങളും ട്രാൻസ്പോർട്ടേഷനൊക്കെ എന്ത് ചെയ്തു? എളുപ്പമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് പഠിച്ചു വെക്കുക. റെഡി. ഇനി മക്കൾ അടുത്തത് ദ ട്രൈബൽ സോഷ്യൽ സിസ്റ്റം എക്സ് ഇൻ വേദകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ട്രൈബൽ സോഷ്യൽ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ജന എന്നാണ് വിളിക്കുക. ജന അല്ലെ. വേദകാലം ഉണ്ടായിരുന്ന ഗോത്ര സമൂഹ വ്യവസ്ഥയെ വിളിക്കുന്ന ഒരു ജന എന്നാണ്. ദ പ്രോമിനന്റ് ട്രേഡേഴ്സ് ഓഫ് മൗര്യ പീരിയഡ്. മൗര്യ രാജ്യത്തെ പ്രധാനപ്പെട്ട കച്ചവടക്കാരെ വിളിക്കുന്ന പേരെന്താ? സദവാഹകർ. പഠിച്ചു വെക്കണേ. ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ് ചോദിക്കുക. സദവാഹകർ. ദ റിച്ച് പീപ്പിൾ വേർ എൻഗേജ് ഇൻ ട്രേഡ്. കച്ചവടത്തിൽ ഉണ്ടായിരുന്ന റിച്ച് പീപ്പിൾസിനെ വിളിക്കുന്ന പേരാണ് ഗഹപതികൾ. നോട്ട് ചെയ്ത് വെക്കുക. ഇനി ദ ട്രൈബൽ കമ്മ്യൂണിറ്റി ബിഗാൻ സെറ്റിൽ ഡൗൺ പെർമനന്റ്ലി. അവിടുത്തെ ആളുകൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഈ പറഞ്ഞ ട്രൈബൽ പീപ്പിൾ സ്ഥിരവാസം ആരംഭിച്ചപ്പോൾ ആ പ്രദേശം നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചു? ജനപദാസ് എന്ന് വിളിച്ചു. ജനപദാസ്. കണ്ടോ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ പ്രധാനപ്പെട്ടാണ്. പഠിച്ചു വെക്കുക. എക്സാമിന് എന്ത് ചെയ്യും? ഇത് ചോദിക്കും. റെഡി, പഠിച്ചു കേട്ടോ. വീണ്ടും ഞാൻ പറയാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്നും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ബേസിക്കലി ആരെങ്കിലും ലൈക്ക് അടിക്കാൻ ബാക്കി നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് കൂടി നിങ്ങൾ തരണേ. അടുത്ത പിടിച്ചോ. എക്സ്പ്ലെയിൻ ദ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മൗര്യ റൂൾ. മൗര്യ ഭരണത്തിന്റെ ഭരണ സംവിധാനം വിശദീകരിക്കുക. ഇതും നാളത്തെ ചോദ്യ പേപ്പർ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന 100% ഗ്യാരണ്ടി ചോദ്യമാണ്. എക്സ്പ്ലെയിൻ ദ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മൗര്യ റൂൾ. മൗര്യ ഭരണത്തിന്റെ സവിശേഷതകൾ എപ്പോഴും നോക്കുക. അവിടുത്തെ രാജ്യം എന്ത് ചെയ്തു? ഡിവൈഡ് ഇൻടു പ്രോവിൻസ്. പല പ്രവിശ്യകളായിട്ട് എന്ത് ചെയ്തു? ആ രാജ്യത്തെ അവർ ഡിവൈഡ് ചെയ്തു. ദ പ്രൊവിൻസ് വർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവർണേഴ്സ്. ഓരോ പ്രൊവിൻസും ഓരോ പ്രവിശ്യകളും കൺട്രോൾ ചെയ്യാൻ ആരുണ്ടായിരുന്നു? ഗവർണർമാരുണ്ടായിരുന്നു. പാടലിപുത്ര വാസ് അണ്ടർ ദ എംപേഴ്സ് കൺട്രോൾ. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരം അല്ലെങ്കിൽ അവിടുത്തെ തലസ്ഥാനമാണ് പാടലിപുത്ര അല്ലെ. അത് നേരിട്ട് രാജാവിന്റെ നിയന്ത്രണത്തിലായിരുന്നു. ദ ആർമി ഹാഡ് 5 ഡിവിഷൻ. അവിടെ ആർമിയെ, സൈന്യത്തെ 5 തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 5 തരംതിരിച്ചത്? ദ വർ ഇൻഫൻട്രി, കാവൽറി, ഷാരിയറ്റ് ആൻഡ് എലിഫന്റ് ആൻഡ് ദ നാവി. ഇങ്ങനെ 5 ഡിവൈഡ് ചെയ്തു. ദ മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ വാസ് carried out 30 മെമ്പർ കമ്മിറ്റി. പ്രധാനമായും 30 അംഗ കമ്മിറ്റികളാണ് എന്തുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തത്? സൈന്യവുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തത്. മൗര്യ അഡ്മിനിസ്ട്രേഷൻ നാളത്തെ ചോദ്യ പേപ്പറിൽ 4 മാർക്ക് 4 മാർക്കിന്റെ
പക്കാ ഷുവർ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ വേണമെങ്കിൽ 5 മാർക്കിന്റെ എസ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഇത് നിർബന്ധമായി പഠിച്ചു പോയിക്കോ, ഒരിക്കലും നിങ്ങൾക്ക് എന്തെങ്കിലും ആ സമയം വേസ്റ്റ് ആവില്ല. ഈ ചോദ്യം നാളെ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം കാണാൻ കഴിയും. റെഡി? ഇനി അടുത്ത പിടിച്ചോ. ഡിസ്ക്രൈബ് ദ ഐഡിയാസ് ഓഫ് ജൈനിസം. ജൈനമത ആശയങ്ങൾ വ്യക്തമാക്കുക. ഇൻ ദിസ് വേൾഡ് എവറിത്തിങ് ഹാസ് ലൈഫ്. ലോകത്ത് എല്ലാത്തിനും, ഈ ലോകത്ത് എല്ലാത്തിനും എന്തുണ്ട്? ജീവനുണ്ട്. ഡു നോട്ട് ഹാം എനി ലിവിംഗ് ബീയിങ്. ജീവൻ ഒന്നിനെ ഉപദ്രവിക്കാൻ പാടില്ല. ബർത്ത് ആൻഡ് റീബർത്ത് ആർ ഡിറ്റർമിൻ ഓൺ ദി ബേസ് ഓഫ് കർമ്മ. ജന്മവും പുനർജന്മവും നിശ്ചയിക്കപ്പെടുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ജൈനമത ആശയങ്ങൾ പഠിച്ചു വെക്കുക. ഡെമോക്രസി എക്സിസ്റ്റഡ് ഇൻ ഏതൻസ്. ജസ്റ്റിഫൈ. ഏതൻസിലെ ജനാധിപത്യം നിലനിർന്നു, ന്യായീകരിക്കുക. ഈ ഒരു ചോദ്യവും നമുക്ക് നാളെ വേണം എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ ചോദ്യമാണ്. ഏതൻസിലെ ജനാധിപത്യം. എന്തുകൊണ്ടാണ് ഏതൻസ് നമ്മൾ ജനാധിപത്യം ഉണ്ടെന്ന് പറയാൻ കാരണം? ഇന്ന് കാണുന്ന ജനാധിപത്യം അല്ലല്ലോ, എത്ര 2500 വർഷങ്ങൾ മുമ്പുള്ളതാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ജനാധിപത്യം ഉണ്ടായിരുന്നു പറയാൻ കാരണം അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓൾ മെയിൽസ് ഓവർ 13, 30 വയസ്സിന് മുകളിലുള്ള എല്ലാ പുരുഷന്മാരെയും അവർ ആരായി കണക്കാക്കിയിരുന്നു? പൗരന്മാരായി കണക്കാക്കിയിരുന്നു. ദ സിറ്റിസൺ ഫോംഡ് എ കമ്മിറ്റി മെറ്റ് 4 times a year. അല്ലെ? അവിടുത്തെ ആളുകൾ, ഈ പറയുന്ന പൗരന്മാർ അവിടെ ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ട് എല്ലാ വർഷത്തിലും 4 തവണ അവർ മീറ്റിംഗ് ചേരാറുണ്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുക. അല്ലെ? നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റ് സിസ്റ്റം ഒക്കെ എങ്ങനെയാണ്? അല്ലെ? അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഫോം അവിടെ ഉണ്ടായി. പക്ഷെ സ്ത്രീകളോ അവിടെ ഉണ്ടായിരുന്ന ഫോറിനേഴ്സ് ഒന്നും എന്തായി കണക്കാക്കിയിരുന്നില്ല? അവിടുത്തെ പൗരന്മാരായിട്ട് അവർ കണക്കാക്കിയിരുന്നു. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് പഠിച്ചു. ഓക്കെ, ഇത്രയുമാണ് ഇവിടുന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി വെരി ബെസ്റ്റ്. നാളത്തെ പരീക്ഷ നിങ്ങൾക്കുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു പോവുക. പരീക്ഷ കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായി നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.